ക്യാമ്പിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ നടന്ന ക്യാമ്പിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഭാരവാഹികൾ ഇവിടെ മീഡിയ സെല്ലിന്റെ ചുമതലയുള്ള ആളുകളുണ്ട്, സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റുമാരുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്, സംഘടനാ ചുമതലയുള്ള ഭാരവാഹികൾ, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുക? എന്താണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലേക്ക് വരുന്ന വലിയ സംഘർഷമാണ്, വലിയ കൂട്ടത്തല്ലാണ്, വലിയ കലാപമാണ് എന്ന് പറയുമ്പോഴും നിങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഹാളിലേക്ക് കടന്നു വന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു ക്യാമ്പിന്റെ സമാപ്തിയിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി പോകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ആശങ്കകൾ. അല്ലാണ്ട് നിങ്ങളുടെ മാധ്യമ റേറ്റിംഗിന് വേണ്ടി അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന കൈരളി എന്ന് പറയുന്ന ചാനലിൽ ഉൾപ്പെടെ കാണിക്കുന്ന പല ദൃശ്യങ്ങളും അത് ഏത് ദിവസം ഇവിടെ നടന്നതാണ് അല്ലെങ്കിൽ എന്താണെന്നതിനെ പറ്റി ഒരു പഠനം പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ അജണ്ടകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. നിങ്ങളെല്ലാം അകത്ത് കയറിയതാണല്ലോ, അച്ചടക്കരഹിതമായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന കാണുന്നുണ്ടോ? അല്ലെങ്കിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി നടക്കുന്ന ഒരു ക്യാമ്പിനെ വലിയ ഒരു ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ വർഷം കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് നിങ്ങൾ നോക്കുക. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിന്റെ ക്യാമ്പസ് തിരസ്കരിച്ച ഒരു രംഗം നിങ്ങൾ കണ്ടതാണ്. വർഷങ്ങളായിട്ട് 25, 30, 35 വർഷവും SFI അടക്കി വെച്ചിരിക്കുന്ന ക്യാമ്പസുകളിൽ ഇന്ന് ജനാധിപത്യത്തിന്റെ കാറ്റും വെളിച്ചവും കടന്നു ചെന്നിരിക്കുകയാണ്. അവിടെ വിദ്യാർത്ഥികൾ KSUവിനെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷം ക്യാമ്പസ് ജോഡ് എന്ന് പറയുന്ന ഒരു മികച്ച ഒരു ആശയം, ഒരു യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ക്യാമ്പുകളും ക്യാമ്പയിനുകളുമായിട്ട് KSU കടന്നു വന്നതിന്റെ വിജയം കേരളത്തിലെ ക്യാമ്പസുകളിൽ കണ്ടതാണ്. അത് ഈ വർഷവും ആവർത്തിക്കാൻ പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിലുൾപ്പെടെ KSU MSF ഉൾപ്പെടെയുള്ള മുന്നണി അവിടെ വിജയിച്ചു കയറുന്നത് നിങ്ങൾ കാണുക. അപ്പോൾ ഇതിലെല്ലാം അരിശം പൂണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട സൃഷ്ടിക്കുക എന്ന ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് നിന്ന് തരാൻ തൽക്കാലം KSUവിനോ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിക്കോ യാതൊരു താല്പര്യവുമില്ല. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാം.